നമ്മൾ നമ്മുടെ ഐഫോൺ മാത്രമല്ല എല്ലാ ഫോണിലും ടൈമർ ഉപയോഗിക്കാറുണ്ട്. സാധാരണ നമ്മൾ എങ്ങനെയാണ് ടൈമർ ഉപയോഗിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്ക് ഓപ്പൺ ചെയ്യും. അവിടെ താഴെ വേൾഡ് ക്ലോക്ക്, അലാം, സ്റ്റോപ്പ് വാച്ച്, തൊട്ടപ്പുറത്ത് ടൈമർ കാണാം. ഈ ടൈമറിൽ നമ്മൾ ആവശ്യത്തിന് ഉള്ള ടൈം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കും. ഇപ്പോൾ 8 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 അവർ വേണമെങ്കിൽ 1 അവർ എത്രയാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കും. ഇപ്പുറത്ത് കാണുന്ന സ്റ്റാർട്ട് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യും. അതാണ് സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്. എന്നാൽ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ കൺട്രോൾ സെൻറ്ററിൽ നിന്ന് തന്നെ നമുക്ക് ടൈമർ പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായി ആദ്യം കൺട്രോൾ സെൻറ്റർ ഓപ്പൺ ചെയ്യുക. കൺട്രോൾ സെൻറ്ററിൽ ഏറ്റവും താഴെ മുകൾ വശത്ത് ടൈമർ കാണാം. ആ ടൈമറിന് ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയം നമുക്ക് ഇവിടെ 30 മിനിറ്റ്സ്, 50 മിനിറ്റ്സ്, 4 മിനിറ്റ്സ് എത്രയാണ് നമുക്ക് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് വയ്ക്കാം. വെച്ച് സ്റ്റാർട്ട് ബട്ടൺ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടൈമർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ കൺട്രോൾ പാനലിൽ തന്നെ നമുക്ക് ടോർച്ച് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ടോർച്ച് നമ്മൾ സാധാരണ ഓപ്പൺ ചെയ്യും, ഓഫ് ചെയ്യും, അതാണ് പതിവ്. എന്നാൽ ടോർച്ചിൻ്റെ പ്രകാശം നമുക്ക് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാൻ പറ്റും. അത് നമ്മൾ കൺട്രോൾ സെൻറ്ററിൽ ടോർച്ച് ഹോൾഡ് ചെയ്ത് പിടിക്കുക. പിടിച്ചു കഴിഞ്ഞാൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രകാശം കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. നമുക്ക് ആവശ്യത്തിന് മാത്രം. നമ്മുടെ കീബോർഡിൽ വല്ലതും എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? സാധാരണ അത് ഹോൾഡ് ചെയ്യും. നമ്മളത് കഴ്സർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് അത് ഡിലീറ്റ് ചെയ്യും. അങ്ങനെയാണ് പതിവ്. എന്നാൽ iOS പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമുക്ക് അത് വളരെ എളുപ്പം കഴ്സർ മൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അത് നമ്മൾ സ്പേസ് ബാർ ടച്ച് ചെയ്ത് പിടിക്കുക, ഹോൾഡ് ചെയ്യുക. അപ്പം മറ്റുള്ള ലെറ്റേഴ്സൊന്നും പിന്നെ കാണില്ല. പിന്നെ നമ്മൾ കൈ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് കഴ്സർ മുകളിലേക്കോ താഴത്തേക്കോ സൈഡിലേക്കോ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കാറുണ്ട്. കാൽക്കുലേറ്റർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരു സംഖ്യ നമ്മൾ അബദ്ധവശ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ ഡിലീറ്റ് ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയോ എന്നറിയില്ല. അപ്പോൾ ഞാനത് വെറുതെ ടൈപ്പ് ചെയ്തു. അപ്പോൾ എനിക്ക് 58 എന്ന് പറഞ്ഞാൽ ഞാൻ അധികം കൂടുതലായിട്ട് ഉപയോഗിച്ചതാണ്. അതെനിക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ സ്ക്രീനിൻ്റെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് വലതോട്ട് ഒന്ന് സ്വൈപ്പ് ചെയ്യുക. ഇനി 1 കളയണമെങ്കിൽ ഒന്നുകൂടി വലതോട്ട് ഒന്ന് സ്വൈപ്പ് ചെയ്യുക. ഇങ്ങനെയാണ് കാൽക്കുലേറ്റർ നമുക്ക് ആവശ്യമില്ലാത്ത നമ്പർ കളയുന്നത്. ഐഫോണിൽ നമ്മൾ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെ PDF ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ആദ്യം എടുത്ത ഫോട്ടോ നമുക്ക് ഫയൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അത് നിങ്ങൾക്ക് അറിയായിരിക്കും, ഫയൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അറിയായിരിക്കും. ഈ ഫോട്ടോ ആണ് ഞാൻ PDF ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുമ്പോൾ ഞാൻ ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും താഴെ ക്രിയേറ്റ് PDF എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് മാർക്ക് ചെയ്യാം, കംപ്രസ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും താഴെ ക്രിയേറ്റ് PDF നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് ടച്ച് ചെയ്താൽ മതി. ടച്ച് ചെയ്താൽ PDF ആയിട്ട് കൺവേർട്ടായി. ഇപ്പുറത്ത് ഫയൽ വേറെ വന്ന് വിടുന്നു. നമുക്ക് നോക്കാം അതിൻ്റെ ഫയലിൻ്റെ ഇൻഫർമേഷൻ. ഇൻഫോ PDF ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് നമ്മൾ നോക്കി. നമ്മൾ നമ്മുടെ ഐഫോണിൽ ക്യാമറ ഉപയോഗിച്ചൊരു വീഡിയോ എടുക്കുമ്പോൾ എടുക്കുന്ന ആ ഷോട്ട് തന്നെ ഒരു ഫോട്ടോ കൂടി ക്ലിക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? അതിനുള്ള ഓപ്ഷനാണ് ഈ ഇടതുവശത്ത് കിടക്കുന്ന ക്ലിക്ക് ചെയ്യാനുള്ള ആ ഷട്ടർ ബട്ടൺ. ആ ഷട്ടർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മുടെ അടുത്തുള്ള ഫോട്ടോ വന്നു. വീഡിയോ എടുത്തു, ഫോട്ടോ വന്നിട്ടുണ്ട്. നമ്മുടെ ഐഫോണിൽ നമുക്ക് ആവശ്യമുള്ളൊരു ഭാഗം നമ്മൾ റീഡ് ചെയ്യുന്നതിന് പകരം ഐഫോൺ തന്നെ നമ്മളെ റീഡ് ചെയ്ത് കേൾപ്പിക്കും. അതെങ്ങനെയാണ് ഓപ്ഷൻസ് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സിൽ ആക്സസിബിലിറ്റി, അതിനകത്ത് സ്പോക്കൺ കണ്ടൻറ്റ് അത് ഓപ്പൺ ചെയ്യാം.
അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. സ്പീക്ക് സെലക്ഷൻ, നമ്മളൊരു ഭാഗം സെലക്ട് ചെയ്താൽ ആ സെലക്ട് ചെയ്ത ഭാഗം മാത്രം നമ്മൾ വായിച്ച് കേൾപ്പിക്കും. പിന്നെ സ്പീക്ക് സ്ക്രീൻ ഉണ്ട്, അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ സ്ക്രീൻ മൊത്തം നമ്മളെ വായിച്ച് കേൾപ്പിക്കും. നമുക്ക് നോക്കാം. സ്പീക്ക് സ്ക്രീൻ കേൾക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് 2 ഫിംഗർ ഉപയോഗിച്ച് ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ മുകളിൽ നിന്ന് താഴ്ത്തിക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക. Speak selection on. A speak button will appear when you select text. Speak screen on. Swipe down with 2 fingers from the top of the screen to hear the content of the screen. Speech controller off. Highlight content off. Highlight content as it is spoken. Typing feedback. Voices. Speaking. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഈ ഭാഗം നമ്മൾ സെലക്ട് ചെയ്തു. മുകളിലുള്ള ഓപ്ഷൻസിൽ സ്പീക്ക് എന്ന് പറഞ്ഞ ഭാഗം വന്നു. Is the second most populous country, the 7th largest country by land area, and the most populous democracy in the. ഇതാണ് ആ ഓപ്ഷൻ. ഇനിയിപ്പോൾ സ്ക്രീൻ മൊത്തം നമ്മൾ വായിക്കണമെന്നുണ്ടെങ്കിൽ Settings clear. India, your location, action show details. നമ്മുടെ ആപ്പിൾ ഐഫോണിൽ നമുക്ക് സ്ക്രീൻ റെക്കോർഡർ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. അതുപോലെ തന്നെ സ്ക്രീൻ റെക്കോർഡർ ഉപയോഗിക്കുമ്പോൾ വോയിസ് എങ്ങനെ നമുക്ക് റെക്കോർഡ് ചെയ്യാം. സ്ക്രീൻ റെക്കോർഡിൻ്റെ കൂടെ തന്നെ വോയിസ് ഓവർ കൂടി നമുക്ക് ഇതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ആദ്യം തന്നെ കൺട്രോൾ സെൻറ്റർ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ സ്ക്രീൻ റെക്കോർഡർ എടുത്തിട്ടുണ്ട്. സ്ക്രീൻ റെക്കോർഡർ നമ്മൾ സാധാരണ ചെയ്യുന്നത് സ്ക്രീൻ റെക്കോർഡർ ഇവിടെ ടച്ച് ചെയ്ത് സ്ക്രീൻ റെക്കോർഡർ വർക്ക് ചെയ്യിക്കും. അതിന് പകരം നമ്മൾ സ്ക്രീൻ റെക്കോർഡർ അവിടെ ടാപ്പ് ചെയ്ത് കുറച്ച് നേരം ഹോൾഡ് ചെയ്യാം. ഹോൾഡ് ചെയ്യുമ്പോൾ ഇവിടെ താഴെ കാണാം മൈക്രോഫോൺ. ഇപ്പോൾ മൈക്രോഫോൺ ഓണാണ്. നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഓഫായി, വീണ്ടും ഓൺ ചെയ്യും. നമ്മുടെ ആപ്പിൾ ഐഫോണിൽ ഒരു മാഗ്നിഫയർ ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. മാഗ്നിഫയർ ആദ്യം തന്നെ എനേബിൾ ചെയ്യണം. ആദ്യം സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ നമ്മൾ ആക്സസിബിലിറ്റിയിൽ മാഗ്നിഫയർ എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. അത് എനേബിൾ ചെയ്യാം. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാഗ്നിഫയർ നമുക്ക് ഹോം സ്ക്രീനിൽ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് മാഗ്നിഫയർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. മാഗ്നിഫയർ നമ്മൾ സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഇതാവും, പെരുട്ടാണ് ഇവിടെ. അപ്പം നമുക്ക് എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൂം ചെയ്യാം. നമുക്ക് റീഡ് ചെയ്യാനായിട്ട് നമ്മൾ എവിടെയെങ്കിലും പോയി കണ്ണട എടുത്തില്ല, നമുക്ക് എന്തെങ്കിലും വായിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപയോഗിച്ച് സൂം ചെയ്ത് നമുക്ക് വായിക്കാം. ഇനിയിപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഇരുട്ടാണ്, ഒന്നും കാണാനില്ലെങ്കിൽ ഈ ബ്രൈറ്റ്നസ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. താഴെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും കാണണമെങ്കിൽ കാണാം.